ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. വെടിനിർത്തൽ ധാരണ ലംഘിച്ച് ആക്രമണം നടത്തിയതിൽ ഇസ്രായേലിനെതിരെ അമേരിക്ക. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് ബോംബർ വിമാനങ്ങൾ ഇസ്രായേൽ മടക്കി വിളിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച ട്രംപ് അതൃപ്തി അറിയിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനെ ആക്രമിക്കില്ലെന്ന് ഇസ്രായേൽ ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് ട്രംപ് പിന്നീട് വ്യക്തമാക്കി. ഡൊണാൾഡ് ട്രംപ് ഇന്ന് രാവിലെ വെടിനിർത്തൽ ധാരണ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നാടകീയ സംഭവങ്ങൾ. വെടിനിർത്തൽ ഇരു രാജ്യങ്ങളും അംഗീകരിച്ച മണിക്കൂറുകൾക്കുള്ളിൽ ഇറാനെതിരെ ആരോപണവുമായി ഇസ്രായേൽ രംഗത്തെത്തി. ധാരണ ലംഘിച്ച് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയ ഇറാൻ ഞെട്ടിവിറയ്ക്കുമെന്നായിരുന്നു ഇസ്രായേൽ മുന്നറിയിപ്പ്. ഇതോടെ വെടിനിർത്തലിൽ ആശങ്ക കനത്തു. എന്നാൽ ഇസ്രായേലിനെ രൂക്ഷമായി വിമർശിച്ച് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയതോടെ കഥ മാറി. വെടിനിർത്തലിന് ധാരണയായ ശേഷവും ഇറാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്നാണ് ട്രംപ് തുറന്നടിച്ചത്. ലോഡ് കണക്കിന് ബോംബുകൾ ഇസ്രായേൽ വർഷിച്ചെന്നും ട്രംപ്. Israel, as soon as we made the deal, they came out and they dropped a load of bombs, the likes of which I've never seen before. The biggest load that we've seen. I'm not happy with Israel. You know, when I say, okay, now you have 12 hours, you don't go out in the first hour and just drop everything you have on them. So I'm not happy with them. ബോംബിടരുതെന്നും പോർവിമാനങ്ങളെ മടക്കി വിളിക്കണമെന്നും ഇസ്രായേലിന് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ട്രംപ് ഫോണിൽ വിളിച്ചു. ബോംബർ വിമാനങ്ങൾ മടങ്ങിയെന്നും ഇസ്രായേൽ ഇറാനെ ആക്രമിക്കില്ലെന്നും സോഷ്യൽ മീഡിയയിൽ ട്രംപ് വ്യക്തമാക്കി. ഇന്ന് രാവിലെ വെടിനിർത്തൽ ധാരണയിലെത്തും മുൻപ് ഇസ്രായേലും ഇറാനും കനത്ത ആക്രമണമാണ് നടത്തിയത്. ഇസ്രായേൽ നഗരമായ ബീർഷബയിൽ ഇറാന്റെ ആക്രമണത്തിൽ 7 പേരാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ 12 ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 610 പേർ കൊല്ലപ്പെട്ടെന്നും 4700 പേർക്ക് പരിക്കേറ്റെന്നും ഇറാൻ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷവും ടെഹ്റാനിൽ സ്ഫോടനം നടന്നതായി റിപ്പോർട്ടുകൾ. ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ ഇറാനും ആക്രമണം നിർത്തുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. വെടിനിർത്തൽ സ്വാഗതം ചെയ്ത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും രംഗത്തെത്തിയിട്ടുണ്ട്. മുഹമ്മദ് അൻവർ വിവരങ്ങൾ നൽകും ന്യൂസ് ഡെസ്കിൽ നിന്ന്. അൻവർ, ഈ വെടിനിർത്തൽ ഒരു ധാരണ നിലവിൽ വന്നുവെന്ന് രാവിലെ ഇരു രാജ്യങ്ങളും അറിയിച്ചതാണ്, ഇറാനും ഇസ്രായേലും. പക്ഷേ പിന്നീട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് റിപ്പോർട്ടുകൾ വരുന്നു. ഡൊണാൾഡ് ട്രംപിന് കടുത്ത ഭാഷയിൽ വിമർശിക്കേണ്ടി വരുന്നു. ഇപ്പോഴിതാ വീണ്ടും ആ ധാരണ നിലവിൽ വന്നുവെന്നാണ് ട്രംപ് തന്നെ പറയുന്നത്. പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ എന്താണ്? തൽക്കാലത്തേക്കാണെങ്കിലും ഒരു സമാധാനത്തിന് അന്തരീക്ഷം രൂപപ്പെട്ടിട്ടുണ്ടോ അവിടെ? വിജയകുമാർ, നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് താൽക്കാലികമായെങ്കിലും ആക്രമണത്തിന് ഒരു അറുതി ഉണ്ടായിട്ടുണ്ട്. ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം പശ്ചിമേഷ്യയിൽ ഉണ്ട് നമുക്ക് തീർച്ചയായും പറയാം. രാവിലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാറിൽ വീണ്ടും ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ വെടിനിർത്തൽ കരാറിന് ശേഷം ഇറാൻ തങ്ങളെ ആക്രമിച്ചെന്ന് ഇസ്രായേൽ പറഞ്ഞു. അതിനുശേഷം ശക്തമായി തിരിച്ചടിക്കാൻ ഇസ്രായേൽ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ ഇതിനു ശേഷമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശക്തമായ ഭാഷയിൽ ഇസ്രായേലിന് വിമർശനവുമായി രംഗത്ത് വന്നത്. ഈ ട്രൂസ് വെടിനിർത്തൽ കരാർ ഉണ്ടായതിനു ശേഷം ആക്രമിക്കരുത് ഞാൻ കൃത്യമായി പറഞ്ഞതാണ്. അതിനുശേഷവും ആക്രമണമുണ്ടായി. ഇസ്രായേൽ ബോംബുകൾ വർഷിക്കുന്ന സ്ഥിതി ഉണ്ടായി. അടിയന്തരമായി ഇസ്രായേൽ പൈലറ്റുമാരോട് തിരിച്ചു പോരാൻ നെതന്യാഹു ആവശ്യപ്പെടണമെന്നടക്കമുള്ള ശക്തമായ ഭാഷയിലായിരുന്നു ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചത്. അതിനുശേഷം ഡൊണാൾഡ് ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. ആ ഫോണിൽ സംസാരിച്ചതിന് ശേഷം ഇസ്രായേൽ ഒരു ആക്രമണവും നടത്തില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഡൊണാൾഡ് ട്രംപിന് ഉറപ്പ് നൽകി. അതിനുശേഷം വീണ്ടും ട്രൂത്ത് പോസ്റ്റിൽ അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് പുതിയ പോസ്റ്റുമായി അദ്ദേഹം വന്നു. ഇനി ആക്രമണം ഉണ്ടായില്ല, ശരിക്കും വെടിനിർത്തൽ കരാർ ഇൻ എഫക്റ്റ് പ്രാബല്യത്തിലായി എന്ന് അദ്ദേഹം പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അതിനുശേഷവും ഇറാനിലെ ചില 2 സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് തെഹ്റാനിലും വടക്കൻ ഇറാൻ നഗരമായ ബോബോൾസിലും ചെറിയ സ്ഫോടനങ്ങൾ ഉണ്ടായെന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് പ്രത്യാക്രമണമൊന്നും ഇറാൻ നടത്തിയിട്ടില്ല. എന്തായാലും ഈ 12 ദിവസം തുടരുന്ന ആക്രമണത്തിൽ ഇറാനിൽ 610 മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ 28 പേരാണ് ഇസ്രായേലിൽ മരിച്ചത്. ഈ വെടിനിർത്തൽ കരാർ ഇന്ന് വൈകുന്നേരത്തിന് ശേഷം ട്രംപിൻ്റെ നിർണായകമായ ശാസനക്കും ഇതിനും വഴങ്ങി ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ ഇപ്പോൾ പ്രാബല്യത്തിലുണ്ട് എന്ന് നമുക്ക് പറയാം. അതിനുശേഷം വലിയ തോതിൽ പ്രത്യാക്രമണ
പ്രത്യാക്രമണങ്ങളൊന്നും ആ മേഖലയിൽ ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഇപ്പോൾ ഈ ട്രംപിൻ്റെ ഇടപെടലിന് ശേഷം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷേഷ്കിൻ പ്രാദേശിക മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ഇനി ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാനില്ല, ആദ്യം ഇനി ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കില്ല എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. വെടിനിർത്തൽ കരാർ പാലിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഇസ്രായേൽ ഇത് പാലിക്കുന്നിടത്തോളം കാലം ഇറാനും വെടിനിർത്തൽ കരാർ പാലിക്കുമെന്ന് അദ്ദേഹം അസന്നിഗ്ധമായി അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ചർച്ചകൾക്ക് സന്നദ്ധമാണെന്നും ഈ 12 ദിവസത്തെ ആക്രമണത്തിന് ശേഷം ഇറാൻ ഔദ്യോഗികമായി പറയുകയാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് സന്നദ്ധമാണ്, ഇറാന്റെ താല്പര്യം സംരക്ഷിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം ചർച്ചയ്ക്കുള്ള സന്നദ്ധ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് പ്രതീക്ഷാ നിർഭരമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഖത്തർ പ്രസിഡന്റുമായി അദ്ദേഹം ഫോണിൽ സംസാരിക്കുന്നുണ്ട്. കാരണം ഖത്തറിലെ അമേരിക്കൻ ബേസിനെയാണ് ഇറാൻ ആക്രമിച്ചത്. അത് അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന തരത്തിലുള്ള സംഭാഷണം നടന്നു എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഏറ്റവും അവസാനം ഇപ്പോൾ ആണവ ഊർജ്ജ ഏജൻസിയും ഈ വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് അമേരിക്കയുടെ ആക്രമണത്തിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിച്ചു, അതിന്റെ സുരക്ഷാ പരിശോധന അത്യാവശ്യമാണെന്നൊരു പ്രസ്താവനയും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ സമയത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പശ്ചിമേഷ്യയിൽ കഴിഞ്ഞ 12 ദിവസമായി ഉണ്ടായിരുന്ന യുദ്ധസമാനമായ സാഹചര്യത്തിന് അറുതിയുണ്ട്. അവിടെ നിന്ന് സമാധാനത്തിന്റെ വാർത്തകൾ നമുക്ക് പ്രതീക്ഷിക്കാം. വിജയകുമാർ. യെസ്, ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് നമുക്ക് മുഖവിലക്കെടുത്താൽ അത് വിശ്വസിക്കാമെങ്കിൽ പശ്ചിമേഷ്യയിൽ സമാധാനത്തിന്റെ അന്തരീക്ഷം രൂപപ്പെട്ടിട്ടുണ്ട്. അത് ശാശ്വതമാണോ, അത് നിലനിൽക്കുമോ എന്നൊന്നും അറിയില്ല. ഇപ്പോൾ വെടിയൊച്ചകളില്ല, ബോംബ് സ്ഫോടനങ്ങളില്ല, അല്ലെങ്കിൽ വലിയ സ്ഫോടനത്തിന്റെ ശബ്ദങ്ങൾ ഇസ്രായേലിൽ നിന്നോ ഇറാനിൽ നിന്നോ കേൾക്കുന്നില്ല എന്നതാണ് സമാധാന പ്രേമികളെ സംബന്ധിച്ച് ഒരു ആശ്വാസ വാർത്ത. ഗൾഫ് മേഖലയിൽ വ്യോമപാതകൾ തുറന്നതോടെ നാളെ മുതൽ വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ എയർ ഇന്ത്യ. യൂറോപ്പിലേക്കുള്ള സർവീസുകളും ഘട്ടം ഘട്ടമായി പുനഃസ്ഥാപിക്കുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. സംഘർഷം അയഞ്ഞതോടെയാണ് വ്യോമപാത തുറക്കാൻ ഗൾഫ് രാജ്യങ്ങൾ തീരുമാനിച്ചത്. ഇതോടെ ഇന്ത്യൻ വിമാന കമ്പനികൾ കൂട്ടത്തോടെ റദ്ദാക്കിയ വിമാന സർവീസുകൾ പുനഃസ്ഥാപിച്ചു തുടങ്ങി. മിഡിൽ ഈസ്റ്റിലേക്കുള്ള എല്ലാ സർവീസുകളും നാളെ മുതൽ പൂർവ്വസ്ഥിതിയിലാകുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. US, കാനഡ സർവീസുകൾ വരും ദിവസങ്ങളിൽ പഴയ രീതിയിലെത്തുമെന്നും കമ്പനി വ്യക്തമാക്കി. എന്നാൽ റദ്ദാക്കിയ ഇൻഡിഗോ വിമാന സർവീസുകൾ പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. നേരത്തെ വ്യോമപാത അടച്ചതിനെ തുടർന്ന് കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങളിലേക്കും തിരിച്ചുമുള്ള 40-ലേറെ വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്നു. റദ്ദാക്കിയതിൽ അധികവും എയർ ഇന്ത്യ ഫ്ലൈറ്റുകളാണ്. 24 ഡൽഹി. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ചവരുടെ ഔദ്യോഗിക കണക്ക് പുറത്തുവിട്ട് ഗുജറാത്ത് സർക്കാർ. അപകടത്തിലാകെ 275 പേർക്ക് ജീവൻ നഷ്ടമായി എന്നാണ് സ്ഥിരീകരണം. അതിനിടെ DGCA വിമാനത്താവളങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയതായി വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് അജീഷ്, DGCA നടത്തിയ പരിശോധനയിൽ ഗുരുതരമായ ചട്ടലംഘനങ്ങളെന്നോ നിയമലംഘനങ്ങളെന്നോ അല്ലെങ്കിൽ സുരക്ഷാ വീഴ്ചയെന്നോ ഒക്കെ പറയാവുന്ന സംഗതികളാണ് എയർപോർട്ടുകളിൽ കണ്ടെത്തിയത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഒപ്പം ഗുജറാത്ത് സർക്കാർ ഈ അഹമ്മദാബാദ് അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടല്ലോ, വിശദാംശങ്ങൾ. വിജയകുമാർ, ജൂൺ 19 മുതലായിരുന്നു DGCയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള സുരക്ഷാ പരിശോധന വിമാനത്താവളങ്ങളിൽ നടന്നത്. ഡൽഹി, മുംബൈ അടക്കമുള്ള വിമാനത്താവളങ്ങളിലായിരുന്നു ഈ പരിശോധന നടന്നത്. 2 ടീമുകളായി തിരിഞ്ഞ് ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പരിശോധന നടന്നത്. ഇതിലാണ് ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയത്. ഇതിൽ പ്രധാനമായി വിമാനങ്ങളിലാണ് പരിശോധന നടത്തിയത്. ഈ വിമാനങ്ങളിലെ സാങ്കേതിക തകരാറുകൾ അത് കൃത്യമായി ടെക്നിക്കൽ ലോഗ് ബുക്കിൽ രേഖപ്പെടുത്തുന്നില്ല. മാത്രമല്ല അത് കൃത്യമായ ഇടവേളകളിൽ പരിഹരിക്കപ്പെടുന്നില്ല എന്നും ഇവർ കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ റൺവേകളിൽ ഉപയോഗശൂന്യമായ ഒരുപാട് ഉപകരണങ്ങൾ കണ്ടെത്തി. ചില റൺവേയിലെ അവിടുത്തെ സെൻട്രലിലെ ലൈൻ പോലും മാഞ്ഞ നിലയിലാണ്. ഇതെല്ലാം ലാൻഡിങ്ങിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. അങ്ങനെ ഗുരുതരമായ ഒട്ടനവധി വീഴ്ചകൾ കണ്ടെത്തിയിട്ടുണ്ട്. ചില വിമാനങ്ങളിലെ ലൈഫ് വെസ്റ്റ് അത് ഈ സീറ്റിനടിയിലാണ് അത് വെച്ചിട്ടുണ്ടാവുക. അതും കൃത്യമായ രീതിയിൽ ഉറപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് വീഴ്ചകളാണ് DGCA ഈ അന്വേഷണത്തിൽ ഈ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും വിമാനത്താവളങ്ങൾക്ക് ഒരാഴ്ച സമയം നൽകിയിട്ടുണ്ട് ഈ ന്യൂനതകളടക്കം എല്ലാം പരിഹരിക്കാൻ. അതിനിടയിൽ ഗുജറാത്ത് ആരോഗ്യ വകുപ്പാണ് ഇപ്പോൾ ഔദ്യോഗികമായി വിമാനാപകടത്തിൽ മരിച്ചവരുടെ കണക്ക് പുറത്തുവിട്ടത്. ഇതുവരെ 270 പേരായിരുന്നു കണക്കുണ്ടായിരുന്നത്, അനൗദ്യോഗികമായിരുന്നു അത്. പക്ഷേ ഔദ്യോഗികമായി ഇപ്പോൾ മരിച്ചവരുടെ എണ്ണം 275 ആണ്. 241 പേർ വിമാനത്തിലുണ്ടായിരുന്നവരും 34 പേർ പ്രദേശവാസികളുമാണ്. ഇതുവരെ 256 പേരുടെ മൃതദേഹമാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. 19 പേരുടെ മൃതദേഹം ഇനിയും തിരിച്ചറിയാനുണ്ട്. അത് തിരിച്ചറിയാനുള്ള DNA പരിശോധന ഇപ്പോഴും സിവിൽ ആശുപത്രിയിൽ തുടരുകയാണ്. വാർത്തമഴയിലേക്ക് വീണ്ടും സ്വാഗതം. നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന് പിന്നാലെ പാണക്കാട്ടെത്തി സാദിഖലി ശിഹാബ് തങ്ങളെ കണ്ട ആര്യാടൻ ഷൗക്കത്ത്.
ഇരുവരും മധുരം കൈമാറി ആഹ്ലാദം പങ്കുവച്ചു. വോട്ടർമാരോട് നന്ദി പറഞ്ഞ് UDF മണ്ഡല പര്യടനവും നടന്നു. നിലമ്പൂർ നിയുക്ത MLA-യുടെ ആദ്യ സന്ദർശനം പാണക്കാട്. വിജയത്തിന്റെ മധുരം പരസ്പരം നൽകി സാദിഖ് അലി ശിഹാബ് തങ്ങളും ഷൗക്കത്തും. ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്ന് സാദിഖ് അലി തങ്ങൾ. മുസ്ലിം ലീഗിന് നന്ദിയെന്ന് ആര്യാടൻ ഷൗക്കത്ത്. അങ്ങനെ ഒറ്റക്കെട്ടായി മുന്നേറിക്കൊണ്ട് കേരളത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള യജ്ഞം, അതിലേക്കുള്ള പ്രയാണമാണ് ഇനിയിപ്പോൾ നമുക്ക് നടത്തുവാനുള്ളത്. അതിന് ഒരു നിയോഗമാകാൻ ആര്യാടൻ ഷൗക്കത്തിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പിതാവും UDF-നെ ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ച വ്യക്തിത്വമായിരുന്നു. ഒരു ചെറിയൊരു ലൂപ്പോൾ പോലും ഉണ്ടാകാൻ പാടില്ല. എല്ലാ ഓട്ടയടച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് മുസ്ലിം ലീഗ് നേതൃത്വം നൽകിയത്. അതിന് UDF അതിന് നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗിനോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്ന് വാസ്തവത്തിൽ എനിക്കറിയില്ല. BJP-യിൽ നിന്നുൾപ്പെടെ വോട്ട് UDF-ന് ചോർന്നുവെന്ന് CPIM ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയുള്ള E. ജയൻ. വിജയം കോൺഗ്രസിന്റേതല്ല, മതമൗലികവാദികളുടെ വിജയമെന്ന് BJP-യും. പ്രാഥമികമായിട്ട് അതിൻ്റെ കണക്കുകൾ വരുന്നതേ ഉള്ളൂ. ആ കണക്കുകൾ വെച്ച് ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ വെച്ച് എന്താണ് സംഭവിച്ചതെന്നുള്ളത് വളരെ വിശദമായി പാർട്ടി വിലയിരുത്തും. വോട്ടർമാർക്ക് നന്ദി പറഞ്ഞുള്ള UDF-ന്റെ മണ്ഡല പര്യടനം നടന്നു. തുറന്ന വാഹനത്തിൽ UDF നേതാക്കൾക്കൊപ്പമാണ് ആര്യാടൻ ഷൗക്കത്ത് പര്യടനം നടത്തിയത്. ടീം 24 നിലമ്പൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി പരിശോധിക്കാൻ CPIM മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടും വൻ തോൽവിയുണ്ടായ സാഹചര്യം നാളെ മുതൽ തുടങ്ങുന്ന പാർട്ടി നേതൃയോഗങ്ങൾ ചർച്ച ചെയ്യും. നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റും തുടർന്ന് സംസ്ഥാന സമിതിയും ചേരും. കെട്ടിവെച്ച കാശ് പോയിട്ടും സംഘപരിവാർ LDF-ന്റെ പരാജയം ആഘോഷിച്ച് നടക്കുകയാണെന്ന് M. സ്വരാജ് പ്രതികരിച്ചു. സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പരിപാടികളും വിലയിരുത്തി നിലമ്പൂർ വോട്ട് ചെയ്യുമെന്ന ആത്മവിശ്വാസമാണ് പ്രചാരണഘട്ടത്തിലുടനീളം CPIM പ്രകടിപ്പിച്ചത്. എന്നാൽ നിലമ്പൂരിൽ നേരിട്ട കനത്ത തിരിച്ചടി ഭരണവിരുദ്ധ വികാരത്തിന് തെളിവല്ലേ എന്ന ചോദ്യം നേതൃത്വത്തെ തുറച്ചു നോക്കുന്നുണ്ട്. ആ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് ഈ തെരഞ്ഞെടുപ്പിനെ UDF ഉപയോഗപ്പെടുത്തിയ ഉദ്ദേശവും രീതിയുമായിരുന്നു. എന്നാൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ അവരുടെ രാഷ്ട്രീയ നിലപാടുകളെ കുറെ കൂടി വർഗീയവൽക്കരിക്കാൻ തീവ്ര വർഗീയവൽക്കരണത്തിലേക്ക് നീങ്ങിയതാണ് UDF-ന്റെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പശ്ചാത്തലമായിട്ട് മാറിയിട്ടുള്ളത്. PV Anwar നേടിയ വോട്ടുകൾ ഇടതുമുന്നണിക്ക് ലഭിക്കേണ്ടിയിരുന്ന വോട്ടുകളാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വളരെയധികം തകർച്ച നേരിട്ടിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ്. 30%, 28,000 പരം വോട്ടായിട്ടാണ് കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. അതിന് വളരെ വേഗം പാർട്ടി റിക്കവർ ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. ചിഹ്നത്തിൽ മത്സരിക്കേണ്ട സ്ഥലത്ത് പാർട്ടി തീരുമാനമെടുത്ത് ചിഹ്നത്തിൽ മത്സരിക്കും, സ്വതന്ത്രം മത്സരിപ്പിക്കേണ്ട സ്വതന്ത്രം മത്സരിപ്പിക്കും. ഒരു ചിഹ്നം വന്നതുകൊണ്ട് വോട്ട് കുറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചതിൽ പ്രതിരോധത്തിലായിരുന്ന കോൺഗ്രസിനെ രക്ഷിച്ചത് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ RSS പരാമർശമായിരുന്നു. സംസ്ഥാന സെക്രട്ടറിയുടെ പരാമർശത്തിൽ നേതൃയോഗങ്ങൾ രൂക്ഷ വിമർശനം ഉയർന്നേക്കാം. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ കാര്യത്തിൽ UDF-നോട് പിടിച്ചു നിൽക്കാൻ LDF-നാകുന്നില്ലെന്ന വിമർശനവും CPIM-ലുണ്ട്. അനുകൂല സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്താനുള്ള പ്രാഗൽഭ്യം നേതൃത്വത്തിനില്ലെന്ന വിമർശനവും ശക്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനൊക്കെയുള്ള പരിഹാര നടപടികളും നേതൃയോഗങ്ങൾ തീരുമാനിക്കും. 24 തിരുവനന്തപുരം. നിലമ്പൂരിലെ വിജയത്തിന്റെ അവകാശികളെ ചൊല്ലി കോൺഗ്രസിൽ പുതിയ ചേരിതിരിവ്. വിജയത്തിന്റെ ക്രെഡിറ്റ് പ്രതിപക്ഷ നേതാവ് VD സതീശനാണെന്ന് ഒരു വിഭാഗം നേതാക്കൾ പറയുമ്പോൾ KC വേണുഗോപാലിനൊപ്പം നിലയുറപ്പിക്കുകയാണ് മറ്റൊരു വിഭാഗം. ആര്യാടൻ ഷൗക്കത്തിലൂടെ നിലമ്പൂർ തിരിച്ചുപിടിച്ചെങ്കിലും വിജയത്തിന്റെ ക്രെഡിറ്റ് ആർക്കെന്നതാണ് കോൺഗ്രസിലെ ചർച്ച. കൂട്ടായ വിജയമെന്ന് പറയുമ്പോഴും ജയത്തിന് പിന്നിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെയാണ് ഒരു വിഭാഗം ഉയർത്തിക്കാട്ടുന്നത്. എന്നാൽ മറുവിഭാഗമാകട്ടെ KC വേണുഗോപാലിനൊപ്പം. പെൻഷൻ പരാമർശവും മുഖ്യമന്ത്രിയുടെ മലപ്പുറം വിരുദ്ധ പരാമർശവും ചർച്ചയാക്കിയ KCയെ പ്രശംസിച്ച AP അനിൽകുമാർ രംഗത്ത് വന്നു. ശ്രീ KC വേണുഗോപാൽ AC ജനറൽ സെക്രട്ടറി, കേരളത്തിൽ നിന്നുള്ള ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഇതിൻ്റെ ആദ്യ ഘട്ടം മുതൽ സ്ഥാനാർത്ഥി നിർണയം മുതൽ ഈ അവസാന ഘട്ടം വരെ ഞങ്ങൾക്ക് നൽകിയ പിന്തുണ അത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം 3 തവണ ഇവിടെ വന്നു. അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഒരു രാഷ്ട്രീയ തലത്തിലേക്ക് കൊണ്ടുപോയത്. പ്രത്യേകിച്ച് പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. മലപ്പുറം ജില്ലയോടുള്ള CPM-ന്റെ സമീപനം, അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ നിലപാടും അദ്ദേഹം കൊണ്ടുവന്ന ഈ വിഷയങ്ങളുമാണ് വലിയ രീതിയിൽ ഇതിൽ ഗവൺമെന്റിനെതിരായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. UDF നേതാക്കളുടെ കഠിന പ്രയത്നത്തിന്റെ വിജയമാണ് നിലമ്പൂരിലേതെന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. മുന്നണിയുടെ നേതാവെന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ റോൾ വഹിച്ചു. അദ്ദേഹം വളരെ ശക്തനായിട്ടുള്ള പ്രതിപക്ഷ നേതാവാണ്. തെരഞ്ഞെടുപ്പ്
തന്ത്രജ്ഞനാണ്, അദ്ദേഹത്തിൻ്റെ ശക്തമായിട്ടുള്ള നേതൃത്വം ഉണ്ടായിരുന്നു. ഇതിൻ്റെ മുൻപിൽ നിന്ന നേതാക്കന്മാരെല്ലാം എസ്റ്റാബ്ലിഷ്ഡ് ലീഡർഷിപ്പല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പ്രതിപക്ഷ നേതാവ്, ഉപനേതാവ് അവർ ഇതിൻ്റെ മുന്നണി പോരാളികളാണ്. അതിൻ്റെ കൂടെ ടീം വർക്കാണ്, ഹാർഡ് വർക്ക്, ടീം വർക്ക് കപ്പിൾഡ് വിത്ത് ഇറ്റ്. തിരഞ്ഞെടുപ്പ് ജയത്തിന്റെ ക്രെഡിറ്റ് വേണ്ടെന്നായിരുന്നു ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഭരണവിരുദ്ധതയുണ്ടോ എന്ന് പഠിക്കാൻ സർക്കാർ ഇതിനായി PRDയെ ചുമതലപ്പെടുത്തി. സർക്കാർ പ്രതിച്ഛായയും പഠിക്കും. പദ്ധതികളുടെ പുരോഗതി, ഗുണഭോക്താക്കളുടെ അഭിപ്രായം എന്നിവ ശേഖരിക്കും. PRD പ്രിസം പദ്ധതിയിലെ താൽക്കാലിക ജീവനക്കാർക്കാണ് ഇതിന്റെ ചുമതല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പന്തയം വെച്ച് തോറ്റ CPI പ്രാദേശിക നേതാവ് വാക്കുപാലിച്ച് മുസ്ലിം ലീഗ് ചേർന്നു. മലപ്പുറം തുവൂർ ടൗൺ അസിസ്റ്റന്റ് സെക്രട്ടറി ഗഫൂറിനാണ് പാർട്ടി മാറേണ്ടി വന്നത്. മുസ്ലിം ലീഗ് പ്രവർത്തകനായ ഷെരീഫ് അബ്ദുള്ളയോടായിരുന്നു പന്തയം. തിരഞ്ഞെടുപ്പിൽ ബെറ്റ് വയ്ക്കുന്നത് സാധാരണം. പണത്തിനോ മൊട്ടയടിക്കാമെന്നോ പാതി മീശ എടുക്കാമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ തുവൂരിൽ നടന്നത് ഒരൊന്നൊന്നര ബെറ്റാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഉച്ചസ്ഥായിലെത്തി നിൽക്കുന്ന ജൂൺ 14 രാവിലെ അത് സംഭവിച്ചു. മുസ്ലിം ലീഗ് പ്രവർത്തകനായ ഷെരീഫ് അബ്ദുള്ള എന്ന കൊപ്പത്ത് മാനു രാഷ്ട്രീയ തർക്കത്തിനൊടുവിൽ ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെട്ടാൽ പൊതുപ്രവർത്തനം നിർത്തും എന്ന് പ്രഖ്യാപിച്ചു. CPI തുവൂർ ടൗൺ അസിസ്റ്റന്റ് സെക്രട്ടറിയായ ഗഫൂർ M സ്വരാജ് പരാജയപ്പെട്ടാൽ ഞാൻ ലീഗിൽ ചേരാമെന്നും ബെറ്റുവെച്ചു. വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോൾ വിജയം ഷൗക്കത്തിന്. ഗഫൂർ രാവിലെ മാനുവിന്റെ വീട്ടുമുറ്റത്ത്. ഗഫൂർ CPIയിലെ തുവൂർ ടൗൺ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ് ഗഫൂർ. ആ ഗഫൂർ ഞാനും ബെറ്റുവെച്ചിരുന്നു. ആര്യാടൻ ഷൗക്കത്താണ് വിജയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിന്റെ പാർട്ടിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന നക്ഷത്രാന്തിക ഹരിത പതാകയുടെ പ്രവർത്തകനായി അതിന്റെ ഒരാളായി തുവൂരിൽ പ്രവർത്തിക്കും സജീവമായിട്ടെന്ന് അവർ എനിക്ക് വാഗ്ദാനം നൽകി. പ്രിയപ്പെട്ട ഗഫൂർ ഇന്നു മുതൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു വിവരം അറിയിക്കുകയാണ്. പാർട്ടി അംഗത്വം രാജിവെച്ചു. ഇനി ലീഗിൽ മെമ്പർഷിപ്പ് എടുക്കണം. പാർട്ടി മാറുമ്പോൾ ആശയപരമായി പോലും ഒരു ബന്ധവുമില്ലല്ലോ എന്ന ചോദ്യത്തിന് നമുക്ക് വലുത് വാക്കാണെന്നാണ് ഗഫൂറിന്റെ മറുപടി. മൊയ്തീൻ കാഞ്ചനമാലയ്ക്ക് കൊടുത്ത വാക്കിന് പോലും ഇത്ര ഉറപ്പ് കാണുമോ എന്ന് സംശയം. ടീം 24 നിലമ്പൂർ. Two technologies. Endless possibilities. Grand Vitara Strong Hybrid. All grip select driven by tech. ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ചയുടെ ശതാബ്ദി സമ്മേളനം ഉദ്ഘാടനം ചെയ്താണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം. ഗാന്ധിജിയുടെ പ്രതീകമാണ് മോദിയെന്നും ഇതുപോലൊരു പ്രധാനമന്ത്രി വേറെ ഇല്ല എന്നുമായിരുന്നു ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയുടെ പ്രശംസ. ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവത്തെ ഓർമ്മപ്പെടുത്തുന്ന ദിവസമെന്നാണ് ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി കൂടിക്കാഴ്ചയെ മോദി വിശേഷിപ്പിച്ചത്. കൂടിക്കാഴ്ചയ്ക്ക് ഇന്നും വലിയ പ്രാധാന്യമുണ്ട്. ഗുരുവചനങ്ങൾ മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത്. ഗുരുവിന്റെ ആശയങ്ങൾ ലോക മാനവികതയ്ക്ക് വേണ്ടിയെന്നും മോദി. ഉൻകാ വിശ്വാസ് സമരസത और समानता में था. उनका विश्वास सत्य, सेवा और सौहार्द में था. यही प्रेरणा हमें सबका साथ सबका विकास का रास्ता दिखाती है. പ്രസംഗത്തിൽ ഓപ്പറേഷൻ സിന്ദൂറും മോദി പരാമർശിച്ചു. ഇന്ത്യക്കാരുടെ ചോര വീഴ്ത്തിയവർ സുരക്ഷിതമായി കഴിയാമെന്ന് കരുതേണ്ട. ഭാരതത്തിന്റെ സാമർഥ്യം ലോകം കണ്ടുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മതഭേദങ്ങൾക്കപ്പുറം രാജ്യ പുരോഗതിക്കായി പ്രവർത്തിക്കുന്ന മഹാനാണ് നരേന്ദ്രമോദിയെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. നിരവധി പ്രധാനമന്ത്രിമാർ ഭാരതത്തിലുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ ഇതുവരെ ഇങ്ങനെയൊരു പ്രധാനമന്ത്രിയെ കണ്ടിട്ടില്ലെന്നും സ്വാമി സച്ചിദാനന്ദ. എല്ലാവിധമായ മതഭേദങ്ങൾക്കും അപ്പുറത്ത് രാജ്യത്തെ കണ്ടുകൊണ്ട് രാജ്യത്തിന്റെ പുരോഗതിയാണ് ഏറ്റവും വലുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന മഹാനായ ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് നമുക്ക് ഭാരതത്തിനുള്ളത്. മോഡിജിയെ ഞങ്ങൾ കാണുന്നത് മഹാത്മാഗാന്ധിയുടെ തന്നെ ആത്മപ്രതീകമായിട്ടാണ്. ശതാബ്ദി ആഘോഷ ചടങ്ങിൽ ഗുരുസന്ദേശങ്ങൾക്കൊപ്പം രാഷ്ട്രീയ പ്രസംഗം കൂടി നടത്തിയ പ്രധാനമന്ത്രി ലക്ഷ്യമിടുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഭരണ നേട്ടങ്ങൾ ആവർത്തിച്ച് കേരളത്തിലെ ഭൂരിഭാഗം ജനവിഭാഗങ്ങളിലേക്കും കടന്നു ചെല്ലാമെന്നാണ് കണക്കുകൂട്ടൽ. 24 ഡൽഹി.
ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക് ദിയ കൃഷ്ണകുമാറിന്റെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സ്ഥാപനത്തിലെ ജീവനക്കാരികളുടെ ജാമ്യാപേക്ഷ എതിർത്ത് ക്രൈംബ്രാഞ്ച്. ജീവനക്കാർ പണം തട്ടിയതിന് തെളിവുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചു. ജീവനക്കാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി നാളെയാണ്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എന്തൊക്കെയാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ഈ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് കോടതിയെ അറിയിച്ചിരിക്കുന്നത്? വിജയകുമാർ, ഇക്കാര്യത്തിൽ തന്നെ ആദ്യഘട്ടത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലും ഈ സ്ഥാപനത്തിലെ ജീവനക്കാർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായി പോലീസിന് തെളിവ് ലഭിച്ചിരുന്നു. ജീവനക്കാരായിരുന്ന 3 യുവതികളുടെയും ബാങ്ക് അക്കൗണ്ടിലെ ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ പോലീസ് ശേഖരിച്ച് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സാമ്പത്തിക തട്ടിപ്പ് നടന്നായുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. മാത്രമല്ല, ഡിജിറ്റൽ വിവരങ്ങളായ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഫോണ്, CCTV ദൃശ്യങ്ങൾ എന്നിവ മുൻനിർത്തിയായിരുന്നു പോലീസിന്റെ അന്വേഷണം. അതിന് പിന്നാലെ ഈ വിഷയത്തിൽ വിശദമായ സാമ്പത്തിക പരിശോധന ക്രൈംബ്രാഞ്ചും ആദ്യഘട്ടത്തിൽ നടത്തി. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, ഈ 3 ജീവനക്കാരികൾ ചേർന്ന് 69 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നുള്ള, അതല്ലെങ്കിൽ ക്രമക്കേട് നടത്തി എന്നുള്ള കണ്ടെത്തൽ ക്രൈംബ്രാഞ്ചും സമാനമായി നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതിയിൽ ഇങ്ങനെ ഒരു നീക്കം ക്രൈംബ്രാഞ്ച് മൂവ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാളെ ഈ ജീവനക്കാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയാനിരിക്കുകയാണ്. ഇതിനിടയിലാണ് സ്ഥാപനത്തിലെ ജീവനക്കാരികളുടെ ജാമ്യ ഹർജി എതിർത്ത് ക്രൈംബ്രാഞ്ച് രംഗത്തെത്തിയിട്ടുള്ളത്. ജീവനക്കാർ പണം തട്ടിയതിന് തെളിവുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ അന്വേഷണവുമായി ജീവനക്കാർ സഹകരിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് നാളെ തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജീവനക്കാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുമ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ഈ റിപ്പോർട്ടും അവരുടെ ഈ ജാമ്യ ഹർജി അവർ എതിർത്ത് നടത്തിയിട്ടുള്ള വാദങ്ങളും നൽകിയിട്ടുള്ള തെളിവുകളും സ്വാഭാവികമായും വലിയ ഘടകമായി മാറും. വിജയകുമാർ. യെസ്, ജീവനക്കാർ പണം തട്ടിയതിന് തെളിവുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. തിരുവനന്തപുരം SUT ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ് VS. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രിയിലെത്തി VSനെ കണ്ടു. 101 വയസ്സ് പിന്നിട്ട VS അച്യുതാനന്ദന് ഇന്നലെ രാവിലെയാണ് ഹൃദയാഘാതമുണ്ടായത്. തിരുവനന്തപുരം SUT ആശുപത്രിയിൽ ICUവിൽ വെന്റിലേറ്ററിൽ നിരീക്ഷണത്തിലാണ് VS. ചികിത്സയിൽ 24 മണിക്കൂർ പിന്നിടുമ്പോൾ നേരിയ പുരോഗതി എന്നാണ് ഡോക്ടേഴ്സിന്റെ വിലയിരുത്തൽ. മരുന്നുകളോട് പ്രതികരിക്കുന്നതും ആശുപത്രിയിൽ എത്തിച്ച ശേഷം നില മോശമാകാതെ തുടരുന്നതുമാണ് ആശ്വാസമാകുന്നത്. കാർഡിയോളജിസ്റ്റ്, ന്യൂറോളജിസ്റ്റ്, നെഫ്രോളജിസ്റ്റ്, ഇന്റൻസീവിസ്റ്റ് തുടങ്ങിയ വിദഗ്ധരുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘമാണ് നിരീക്ഷിക്കുന്നത്. അതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രിയിലെത്തി. ഡോക്ടേഴ്സിനോടും മകൻ അരുൺകുമാറിനോടും മുഖ്യമന്ത്രി വിവരങ്ങൾ തിരക്കി. CPIM നേതാക്കളും ആശുപത്രിയിൽ എത്തുന്നുണ്ട്. 24 തിരുവനന്തപുരം. സംസ്ഥാന സെക്രട്ടറിക്കെതിരായ ആക്ഷേപ പരാമർശത്തിൽ CPI നേതാക്കൾക്കെതിരെ നടപടി. കമലാ സദാനന്ദനെയും KM ദിനകരനെയും താക്കീത് ചെയ്യാൻ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു. മാപ്പ് നൽകണമെന്ന് അഭ്യർത്ഥിച്ച് പാർട്ടിക്ക് നേതാക്കൾ നേരത്തെ കത്ത് നൽകിയിരുന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമലാ സദാനന്ദനും എറണാകുളം ജില്ലാ സെക്രട്ടറി KM ദിനകരനും സംസ്ഥാന നേതൃത്വത്തിന് മാപ്പപേക്ഷ നൽകിയിരുന്നു. ഷോക്കോസ് നോട്ടീസിന് സംസ്ഥാന എക്സിക്യൂട്ടീവിന് നൽകിയ മറുപടിയിലായിരുന്നു മാപ്പപേക്ഷ. ഇത് പരിഗണിച്ചാണ് നടപടി താക്കീതിൽ ഒതുക്കിയത്. ഇരു നേതാക്കളും തമ്മിൽ നടന്ന സംഭാഷണത്തിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ ആക്ഷേപകരമായ പരാമർശങ്ങളുണ്ടായിരുന്നു. സംഭാഷണം പുറത്തുവന്നതോടെ കമലയോടും ദിനകരനോടും വിശദീകരണം ചോദിച്ചു. ബോധപൂർവം പാർട്ടി അവഹേളിക്കാൻ ശ്രമിച്ചിട്ടില്ല. പാർട്ടി എന്ത് നടപടിയെടുത്താലും സ്വീകരിക്കും. പാർട്ടി ദയവ് കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിശദീകരണക്കുറിപ്പിൽ നേതാക്കൾ പറഞ്ഞു. നേതാക്കളുടെ വിശദീകരണം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്തു. മാപ്പപേക്ഷ നൽകിയ സാഹചര്യത്തിൽ കമലാ സദാനന്ദനും KM ദിനകരനുമെതിരായ നടപടി താക്കീതിലൊതുക്കാൻ എക്സിക്യൂട്ടീവ് തീരുമാനിക്കുകയായിരുന്നു. കടുത്ത നടപടി പാർട്ടിയിൽ പുതിയ വിവാദങ്ങൾക്ക് വഴിവെക്കുമോ എന്ന ആശങ്കയും നേതൃത്വത്തിനുണ്ടായിരുന്നു. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്കാണ്. ഖത്തർ വിമാനത്താവളത്തിൽ മലയാളികൾ കുടുങ്ങി. ദോഹയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഖത്തർ എയർവേസിന്റെ വിമാനം മുടങ്ങി. അവിടെ കുടുങ്ങിക്കിടക്കുന്നവരിൽ സ്ത്രീകളും കൈക്കുഞ്ഞുങ്ങളുമുണ്ട്. ചില പ്രതികരണങ്ങളിലേക്ക് ആദ്യം. അയർലൻഡിൽ നിന്നും ലണ്ടനിൽ നിന്നും ഒക്കെ വന്നിട്ട് ട്രാൻസിറ്റ് ആയിട്ട് ഇവിടെ സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അക്കൂട്ടത്തിൽ പിന്നെ ഖത്തറിൽ നിന്ന് ജോയിൻ ചെയ്ത ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ കുറേ കുഞ്ഞു കുട്ടികൾ, തീരെ 6 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ തൊട്ട്, അതുപോലെ ട്രീറ്റ്മെൻറ്റിനായിട്ട് പോകുന്ന തീരെ കുഞ്ഞു കുട്ടികൾ തൊട്ട് ആൾക്കാരുണ്ട് ഇവിടെ. പക്ഷേ എന്താണ് നമ്മുടെ ഫ്ലൈറ്റ് ഇതുവരെ ക്യാൻസൽ ആയത് എന്താണെന്നോ ഒരു അറിയിപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല. ഇന്ന് രാവിലെ നമ്മളെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലൈറ്റിൽ കയറ്റിയതാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മളെ തിരിച്ചിറക്കി കൊച്ചിയിൽ ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വേറൊരു അപ്ഡേഷനും നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ദോഹയിലെ വിമാനത്താവളത്തിൽ നിന്ന് ബിനു നായർ ചേരുന്നുണ്ട് തത്സമയം. ബിനു,
എന്താണ് അവിടെ സംഭവിച്ചത്? ഇപ്പോൾ എന്ത് വിശദീകരണമാണ് ഈ വിമാന കമ്പനി ഖത്തർ എയർവേസ് നിങ്ങളോട് പറയുന്നത്? എന്തുകൊണ്ടാണ് അവിടെ നിന്ന് പോരാൻ കഴിയാത്തത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിശദീകരണം ഈ ഖത്തർ എയർവേസ് നൽകുന്നുണ്ടോ? ഞങ്ങളുടെ കൈ അൺഫോർച്ചുനേറ്റ്ലി ഒരു അപ്ഡേറ്റും ഇല്ല. ഇവർക്കൊന്നും അറിയത്തില്ല എന്തുവാ ചെയ്യണ്ടേ എന്തുവാ ചെയ്യാത്തെ. ഞങ്ങളുടെ പ്രോബ്ലം എന്ന് വെച്ചാൽ ദർ ഇസ് നോ അപ്ഡേറ്റ്. ഒരു അപ്ഡേറ്റും ഇല്ല ഞങ്ങളുടെ കൈ. ഇറ്റ്സ് എക്സാക്ട്ലി ലൈക്ക് ഹൗ യു ആർ ആസ്കിങ്. ഞങ്ങളും ഒഫീഷ്യൽസിനോട് ചോദിച്ചിട്ട് ഇരിക്കുക അപ്ഡേറ്റ്സ് ഉണ്ടോ. ബീൻ മോർ ദാൻ 24 hours ഒരു അപ്ഡേറ്റും ഇല്ല. നിങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ട് എത്ര സമയമായി ഇപ്പോ? ഞങ്ങൾക്ക് ആസ് എൻ ആവറേജ് മോർ ദാൻ 36 hours. ഇന്നലെ 24 hours മിസൈലിന്റെ ഇത് കഴിഞ്ഞിട്ട് 24 hours ആയല്ലോ. ബട്ട് there are people who are stuck here for last 36 hours. ഞങ്ങളെ ഫ്ലൈറ്റിൽ കയറ്റിയായിരുന്നു, ബോർഡ് ചെയ്തിട്ട് പിന്നെ ഡീബോർഡ് ചെയ്തു. കൊച്ചി എയർപോർട്ടിൽ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തേ. ബട്ട് ദെൻ വി ആർ ഇൻ റെഗുലർ കോൺടാക്ട് വിത്ത് അതോറിറ്റീസ് ഹിയർ. ഞങ്ങൾക്ക് ഒരു അപ്ഡേറ്റ്സും ഇല്ല. ഞങ്ങളുടെ ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് 308 പീപ്പിൾ. എന്നിട്ട് 45 days തൊട്ട് 78 വയസ്സ് വരെ ആൾക്കാരുണ്ട്. There are people with heart conditions, diabetes, lot of help needed. പക്ഷെ ഇവിടെ ആർക്കും ഹെൽപ്പ് കിട്ടുന്നില്ല. ട്വീറ്റും അയച്ചിട്ടുണ്ട് എക്സൽ ടു ദ എംബസി ഹിയർ, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നോ റെസ്പോൺസ്. ആരും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. സോ വി ആർ ഇൻ ഡയർ നീഡ് ഓഫ് ഹെൽപ്പ് ഫ്രം സംവൺ. ഈ ഭക്ഷണം, വെള്ളം ഇതൊന്നും നിങ്ങൾക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല അല്ലേ? സാധാരണ ഇത്തരം ഡിലേ ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ ഒരുക്കി തരുന്നതാണല്ലോ ഈ വിമാന കമ്പനി. ഈ ഖത്തർ എയർവേസ് അതൊന്നും നൽകുന്നില്ല യാത്രക്കാർക്ക്? ഭക്ഷണമുണ്ട്, പക്ഷെ ഭക്ഷണം കഴിക്കാൻ ഒക്കത്തില്ല പിള്ളേർക്ക്. ഐ മീൻ 6 months ആൾക്കാർക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ ഒക്കത്തില്ല. ഈവൻ ഫോർ അസ്. കാരണം ഡിമാൻഡ് ഒത്തിരി കൂടി, അതുകൊണ്ട് ഫുഡൊന്നും കഴിക്കാനൊന്നും കൊള്ളത്തില്ല. ഐ മീൻ ടോക്കിംഗ് അബൌട്ട് മൈസെൽഫ്, ഞാൻ രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. കൂപ്പൺ ഇവർ തന്നു, പക്ഷെ അത് കഴിക്കാൻ തോന്നുന്നില്ല. എന്നിട്ട് ഭയങ്കര അൺസർട്ടനിറ്റിയാ. നെക്സ്റ്റ് എന്തോ ആർക്കും ഒന്നും അറിയത്തില്ല. അബ്സല്യൂട്ട്ലി നോ ഐഡിയ. When will we catch a flight? When is the next flight? ആർക്കും അത് ആരുടെ കയ്യിലും സൊല്യൂഷൻ ഇല്ല. Nobody has got a solution. പിന്നെ ഇവിടെ ട്രാൻസ്ഫർ ഡെസ്കിൽ എത്താൻ തന്നെ it takes nearly 6.5 hours as an average to reach there. ബിനു, നമുക്ക് ഇന്നലെ അവിടെ ഈ ദോഹയിലുണ്ടായ ഈ സംഭവവികാസങ്ങൾക്ക് ശേഷം ഗൾഫിലേക്കുള്ള വിമാന സർവീസുകൾ പലയിടത്തും മുടങ്ങുകയോ ഡിലേ ആവുകയോ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇപ്പോൾ കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള എയർ ഇന്ത്യയുടെ സർവീസുകൾ ഭാഗികമായി തുടങ്ങിയിട്ടുണ്ട്. ഇൻഡിഗോ അവരുടെ സർവീസുകൾ പുനരാരംഭിച്ചിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു പൊതു സാഹചര്യം ഇതാണോ? എല്ലാ വിമാനങ്ങളും ഡിലേ ആവുകയോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുകയുമാണോ? എന്താണ് അവിടുത്തെ മുഴുവൻ പ്രശ്നവും? അതാണോ നിങ്ങളുടെ മാത്രം ഈ ഫ്ലൈറ്റിന്റെ മാത്രം ഇഷ്യൂ ആണോ അത്? ആസ് പെർ മൈ നോളജ് ഈ ഫ്ലൈറ്റ് മാത്രമേ ഉള്ളൂ. ബിക്കോസ് ഞങ്ങളുടെ മുമ്പ് തന്നെ ഡൽഹിയിലെ ഫ്ലൈറ്റ് പോയി, ബാംഗ്ലൂരിലെ ഫ്ലൈറ്റ് പോയി. ദേ ആബ്സല്യൂട്ട്ലി ഹാഡ് നോ ഇഷ്യൂസ്. ഞങ്ങൾക്ക് മാത്രമേ ഈ പ്രശ്നമുള്ളൂ. കൊച്ചിയിൽ അവർ പറയുന്നത് കൊച്ചി എയർപോർട്ടിൽ നിന്ന് ക്ലിയറൻസ് ഇല്ല ടു ലാൻഡ് is what these guys are saying. ഖത്തർ എയർവേസിന് ക്ലിയറൻസ് കിട്ടുന്നില്ല, അതുകൊണ്ടാ ഇവർ ഇവിടുന്ന് ഫ്ലൈറ്റ് വിടാത്തെ. എന്നിട്ട് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലയോ, ബോർഡ് ചെയ്തിട്ട് ഡീബോർഡ് ചെയ്തു. കാരണം അവർ പറഞ്ഞു ക്ലിയറൻസ് കിട്ടിയില്ല. പൈലറ്റ് അനൗൺസ് ദാറ്റ് ഹി ഈസ് ട്രൈങ് ടു നെഗോഷിയേറ്റ് വിത്ത് അതോറിറ്റീസ് ഇൻ കൊച്ചിൻ എയർപോർട്ട്. എന്നിട്ട് മേ ബി ആഫ്റ്റർ 15 minutes ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു അൺഫോർച്ചുനേറ്റ്ലി ദേ ആർ നോട്ട് agreeing to what we want, and they don't want us to land there. So we will announce the next flight maybe in next 2 hours. But ഇപ്പം ഒരു 12 മണിക്കൂറായി. there is absolutely no update. ഞാൻ അപ്രോക്സിമേറ്റ്ലി എന്റെ കൂടെ ഇവിടെ ഫസ്റ്റ് ഡീബോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻ ടോട്ടൽ വി ആർ ഹിയർ ഫോർ ലൈക്ക് മോർ ദാൻ 48 hours also. there are people like ഞാൻ ട്രാവൽ ചെയ്യുന്ന US ന്നാ. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് സൺഡേ മോർണിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് with my family, and then I have like 10-year-old boy with me. അങ്ങനെ തന്നെ there is like, as I said, 45 days old kid, small kid, right? They are crying, right? There are a lot of mothers who are crying because they are feeling helpless. Milk illa pillarku kodukan, pillarke vendi food illa, bhashnam illa. There exactly 300 people, right, waiting to hear what is the next best course of action for all of us. പക്ഷേ ആരുടെയും കൈ ഒരു അപ്ഡേറ്റും ഇല്ല. There is absolutely no update. We tried to contact the embassy here also, the Indian embassy, but there is no response.
There is no response. Same dress. I have got people with me here, same clothes, wearing same clothes, standing here. You can see in the airport, waiting to see if we can get any update. I hope you can see it. ഉറപ്പായും ബിനു എല്ലാവരെയും കാണുന്നുണ്ട്. നമ്മൾ ഈ വിവരം ഇപ്പോൾ ഈ വാർത്തയിലൂടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇനി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഞങ്ങൾ അന്വേഷിക്കാം എന്താണ് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ ഇപ്പോൾ ഈ ഖത്തർ എയർവേസിന്റെ വിമാനം ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം എന്ന് ഞങ്ങൾ ഉറപ്പായും അന്വേഷിക്കും. ഇത് മുഴുവൻ അധികൃതരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ദോഹയിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾ, കുഞ്ഞുങ്ങളും പ്രായമായവരും ഉൾപ്പെടെ ഉള്ള യാത്രക്കാർ, അവർക്ക് നാട്ടിലേക്ക് എത്തണം. 24 മണിക്കൂറിലധികമായി അവർ ദോഹ വിമാനത്താവളത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഖത്തർ എയർവേസ് അവർക്ക് മറുപടി നൽകുന്നില്ല. എന്താണ് ഡിലേ എന്നതിൻ്റെ ഒരു വിശദീകരണം നൽകുന്നില്ല, പകരം ഏർപ്പാടുകൾ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ കൊച്ചിയിൽ ഇറങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റു വിമാനത്താവളങ്ങളിൽ ഇറങ്ങാനോ അതിനുള്ള എന്തെങ്കിലും ഒരു ക്രമീകരണം, ഒരു പ്ലാൻ ബി ഉണ്ടാകേണ്ടതാണല്ലോ ഒരു വിമാന കമ്പനിക്ക്. അതില്ല എന്നത് അങ്ങേയറ്റം ഖേദകരമാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ബിനു എന്തായാലും ബിനു പറഞ്ഞത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ബിനു തന്നെയല്ല, ഒപ്പമുള്ള യാത്രക്കാർ പറഞ്ഞത് മനസ്സിലാക്കുന്നു. ഈ വിഷയത്തിൽ എന്താണോ ചെയ്യാൻ കഴിയുന്നത് അതിൻ്റെ പരമാവധി നമുക്ക് ഒരു വാർത്താ സ്ഥാപനം, ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ഞങ്ങളുടെ ഇടപെടൽ ഉണ്ടാകുമെന്നും എല്ലാവർക്കും ഉറപ്പ് നൽകുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ എബി, അദ്ദേഹവും ഈ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. എബി, താങ്കളല്ല, താങ്കളുടെ കുടുംബമാണ് ആ വിമാനത്തിൽ വരാനിരിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? അതെ, എന്റെ കുടുംബമാണ്, എന്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളുമാണ് എയർപോർട്ടിലുള്ളത്. അവര് ഇന്നലെ വൈകിട്ടാണ് അവര് എയർപോർട്ടിൽ ചെന്നത്. പക്ഷെ മറ്റേ എയർ ബ്ലോക്ക് കാരണം അവർക്ക് വരാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് അവര് രാവിലെ 6 മണിയായപ്പം അവരെ ഒരു ഫ്ലൈറ്റിൽ കയറ്റി ഇരുത്തിയതാണ്. ഇരുത്തി കഴിഞ്ഞപ്പം പിന്നെ പറയുന്നു നമ്മുടെ കൊച്ചി എയർപോർട്ടിലെ റൺവേ ക്ലോസ് ചെയ്തിരിക്കുകയാണ് മെയിൻ്റനൻസ് ആയിട്ട്, അതുകൊണ്ട് അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരെയും പുറത്തിറക്കി. ഇപ്പം അത് കഴിഞ്ഞ് ഇതുവരെ അവർക്ക് യാതൊരു വേറെ ഒരു ഫ്ലൈറ്റ് ഒന്നും അവർക്ക് ഷെഡ്യൂൾ ചെയ്ത് കൊടുത്തിട്ടില്ല. കുറച്ചു പേർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു, ബാക്കിയുള്ളത് പിന്നെയും ആൾക്കാർ അവിടെ നിൽക്കുകയാണ്. ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്. അതുപോലെ ഫുഡ് അവർക്ക് 2 നേരം മാത്രമാണ് അവർക്ക് കൊടുത്തത്. ഇന്നലെ വൈകിട്ട് തൊട്ട് അവർ നിൽക്കുന്നവരാണ്. താങ്കൾ എവിടെയാണ് ഇപ്പം? നെടുമ്പാശ്ശേരിയിലാണോ? അവരെ കാത്തു നിൽക്കുകയാണോ? അല്ലല്ല, ഞാനിവിടെ ഖത്തറിലാണ്. ഖത്തറിൽ തന്നെ ഉണ്ട്. എന്റെ വൈഫും കുഞ്ഞുങ്ങളും അവരെ ഞാൻ നേരത്തെ വിടുകയാണ് നാട്ടിലോട്ട്. യെസ്, മനസ്സിലായി. അപ്പോൾ അവർക്ക് അവര് 24 മണിക്കൂറിലധികമായി എയർപോർട്ടിലായിട്ടല്ലേ? 24 മണിക്കൂർ അധികമായി. അവർ ഇന്നലെ വൈകിട്ട് 4 മണിയായപ്പോൾ എയർപോർട്ടിൽ ഞാൻ കൊണ്ട് ഡ്രോപ്പ് ചെയ്തതാണ്. ഇപ്പൊ ഇവിടെ സമയം 8 മണിയായി. ഇതുവരെ അവർക്ക് പുറത്തിറങ്ങാനും പറ്റിയിട്ടില്ല. അത് അവർ പറയുന്നത് എയർപോർട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇതുപോലെ കെട്ടിക്കിടപ്പുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്, ധാരാളം ആളുകൾ അവിടെ ഉണ്ട്. ശരി അബി, എന്തായാലും ഇത് ഞങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ വിവരം ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകും. ഇന്ത്യൻ അധികൃതരുടെ ഭാഗത്തു നിന്നോ എംബസിയിൽ നിന്നോ ഒക്കെയുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അതിൽ ഇടപെടും എന്ന് നമ്മൾ കരുതുന്നു. നെടുമ്പാശ്ശേരിയിൽ ഞങ്ങളൊന്ന് അന്വേഷിക്കാം. ഈ ഖത്തർ എയർവേസ് പറയുന്ന പോലെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിക്കാം. നമ്മൾ ഇതുവരെ നമ്മളുടെ അത്തരം ഒരു പ്രശ്നം അവിടെ എന്തെങ്കിലും ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല, അതും ഒന്ന് അന്വേഷിക്കാം. ഏതായാലും ഈ വിവരം നമ്മൾ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ദോഹയിലെ വിമാനത്താവളത്തിലാണ് നിരവധി മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നത്. ഏതാണ്ട് 24 മണിക്കൂറിലധികമായി ഈ ഖത്തർ എയർവേസിന്റെ വിമാനം കൊച്ചിയിലേക്ക് വരേണ്ടത് അവിടെ പുറപ്പെട്ടിട്ടില്ല. നെടുമ്പാശ്ശേരിയിലെ എന്തോ പ്രശ്നമാണെന്ന് മാത്രമേ യാത്രക്കാർക്ക് അറിയൂ. അതിനപ്പുറം ഒരു വിശദീകരണവുമില്ല. ഭക്ഷണം കൃത്യമായി കിട്ടുന്നില്ല. നിരവധി പ്രശ്നങ്ങൾ അവർ പങ്കുവയ്ക്കുകയും ചെയ്തു. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ശബ്ദരേഖ വിവാദത്തിൽ നടപടി വേണ്ട എന്ന് വാദിച്ച് CPS സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സംഭാഷണത്തിൽ ഉൾപ്പെട്ട കമലാ സദാനന്ദനും KM ദിനകരനുമെതിരെ നടപടി വേണ്ട എന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ വാദം. നടപടി വേണമെങ്കിൽ ഏറ്റവും ലഘുവായ നടപടി മാത്രം മതിയെന്നും ബിനോയ് വിശ്വം സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വാദിച്ചു. വിവാദത്തിൽ വിശദീകരണം നൽകുമ്പോൾ കമലാ സദാനന്ദൻ പൊട്ടിക്കരഞ്ഞു. Two technologies. Endless possibilities. Grand Vitara Strong Hybrid. All Grip Select driven by tech. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മലയോര മേഖലകളിലും മഴ കനത്തേക്കും. നാളെ കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്.
ശക്തമായ കാറ്റിലും മഴയിലും കോഴിക്കോടും പാലക്കാടും വ്യാപക നാശനഷ്ടം. കോഴിക്കോട് വളയം പഞ്ചായത്തിലെ മലയോര മേഖലയിൽ വീശിയടിച്ച മിന്നൽ ചുഴലിയിൽ വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടായി. രാവിലെ 8:20 തിരുവമ്പാടി പൊന്നാങ്കയം SNMA LP സ്കൂളിന് മുകളിൽ തെങ്ങ് വീണത്. LKG UKG ക്ലാസ് മുറികൾ പൂർണ്ണമായും തകർന്നു. തൊട്ടടുത്ത പഞ്ചികൾ ജോസ് എന്ന് പറയുന്ന ആളുടെ തെങ്ങാണ്. പല പ്രാവശ്യം ഞങ്ങൾ മുറിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ടിരുന്നു. കോഴിക്കോട് വളയം പഞ്ചായത്തിലെ മലയോര മേഖലയിൽ മിന്നൽ ചുഴലിക്കാറ്റിൽ വീടുകൾക്ക് നാശം. കണ്ടിവാതുക്കൽ അഭയഗിരിയിലാണ് ചുഴലിക്കാറ്റ് വീശിയത്. തടിക്കൽ ജോസഫ്, മൂന്നുപുരക്കൽ ചന്ദ്രൻ എന്നിവരുടെ വീടുകൾക്കാണ് നാശനഷ്ടമുണ്ടായത്. വീടിന്റെ ഓടുകളും ആസ്ബറ്റോസ് ഷീറ്റുകളും ശക്തമായ കാറ്റിൽ പാറിപ്പോയി. അപകടം നടക്കുമ്പോൾ വീട്ടുകാർ വീടിന് പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. വൈകുന്നേരം 4 മണിയോടെയാണ് സംഭവം. നാദാപുരം മേഖലയിലും വ്യാപക നാശനഷ്ടമുണ്ടായി. പുറമേരിയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറിന് മുകളിൽ തെങ്ങ് കടപുഴകി വീണു. നാദാപുരം തലശ്ശേരി സംസ്ഥാന പാതയിൽ വൈദ്യുതി ലൈനിന് മുകളിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ശക്തമായ കാറ്റിലും മഴയിലും പാലക്കാട് ജില്ലയിലെ ഷൊർണൂരിൽ വീടിന് മുകളിലേക്ക് 3 മരങ്ങൾ കടപുഴകി വീണു. അണ്ണഞ്ചേരി പറമ്പിൽ മണികണ്ഠന്റെ വീടിന് മുകളിലേക്കാണ് മരങ്ങൾ വീണത്. ശുചിമുറിയോട് ചേർന്ന ഭാഗം തകർന്നു. വീടിനുള്ളിൽ ഉണ്ടായിരുന്നവർ ഇറങ്ങിയോടിയതിനാൽ വലിയ അപകടം ഒഴിവായി. കൂടല്ലൂർ കൂട്ടക്കടവിൽ തെങ്ങ് വീണ് വീട് തകർന്നു. വടക്കുമുറി കണക്കറപ്പള്ളിയാലിൽ പരമന്റെ വീടാണ് തകർന്നത്. ഇന്ന് രാവിലെയാണ് അപകടം. വീടിന്റെ മേൽക്കൂര തകർന്നു. വീടിനകത്തെ സാധന സാമഗ്രികൾക്കും കാര്യമായ കേടുപാടുകൾ പറ്റിയതായി വീട്ടുകാർ പറഞ്ഞു. തെങ്ങ് വീഴുന്ന സമയത്ത് വീട്ടിൽ ആരുമില്ലാത്തതിനാൽ അപകടം ഒഴിവായി. 24 കോഴിക്കോട്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.